സാഹിത്യാചാരി ഫസ്റ്റിൻ്റെ പ്രശ്നപത്ര ടു അഭിനവ് ഏകാംഗി അതിൻ്റെ കുറച്ച് നോട്ട്സും ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ഓരോ പാഠത്തിൻ്റെയും ഓരോ എസ്സേ ആണ് കൊടുത്തേക്കുന്നത്. ആ എസ്സേ ഒന്ന് ജസ്റ്റ് വായിച്ചു തരാം. അതിലുള്ളത് തന്നെയാണ്, നിങ്ങൾ കേട്ടതുമാണ്. പക്ഷെ അതൊരു എസ്സേ ടൈപ്പിൽ പരീക്ഷയ്ക്ക് വന്നാൽ എഴുതത്തക്ക രീതിയിലുള്ള ഒരു എസ്സേ ആക്കിയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ചമ്പക്, डॉक्टर रामकुमार वर्मा। डॉक्टर रामकुमार वर्मा हिंदी के जाने माने नाटककार है। आधुनिक नाटक के विकास में आपने अमूल्य योगदान किया है. ആധുനിക നാടകത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആധുനിക നാടകത്തിൻ്റെ വികാസത്തിൽ അദ്ദേഹം അമൂല്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. रंगमंची आवश्यकताओं को दृष्टि में रखकर लिखने के कारण उनके एकांगी नाटक काफ़ी लोकप्रिय हुए. രംഗമഞ്ചി ആവശ്യകത എന്ന് പറഞ്ഞാൽ എല്ലാ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. ആ തരത്തിൽ എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏകാംഗി നാടകങ്ങൾ വേണ്ടുവോളം ജനപ്രീതി ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളും സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തെ കണക്കാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഏകാംഗികളും വളരെയധികം ലോകപ്രിയമാണ്. ലോകപ്രിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ജനപ്രീതി ആർജിച്ചിട്ടുള്ളതാണ്, പോപ്പുലാരിറ്റി നേടിയിട്ടുള്ളതാണ്. ചമ്പക് उनका लोकप्रिय एकांकियों में एक है. इस एकांकी में नाटककार ने एक दयालु, उदार, भावुक कवि का ചരിത്ര പ്രസ്തുത किया है. ഈ ഏകാംഗിയിൽ നാടകകൃത്ത് ഒരു ദയാലുവും ഉദാരനും സെൻസിറ്റീവായിട്ടുള്ള ഹൃദയമുള്ള ഒരു കവിയുടെ ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. साथ ही नाटककार ने यह भी दिखाया है कि कठोर से कठोर हृदय रखने वाला भी सज्जनों का संपर्क मिलने पर कोमल हृदय बन जाता है. നാടകകൃത്ത് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും കഠോരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള മനസ്സുള്ള വ്യക്തികൾ കൂടി സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഹാർഡായിട്ടുള്ള ഹൃദയം കോമള ഹൃദയമായിട്ട് സോഫ്റ്റായിട്ട് മാറും എന്നുള്ളതാണ്. കഠോര ഹൃദയർ പോലും എന്തെയും സോഫ്റ്റായിട്ട് പെരുമാറും എന്ന് നാടകകൃത്ത് ഇതിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. एकांकी का मुख्य पात्र है कवि किशोर. उसे मार्ग में अचानक एक घायल कुत्ता मिला. അപ്പോൾ ഈ കവി കിഷോറിന് വഴിയിൽ വെച്ച് യാദൃച്ഛികമായി ഒരു മുറിവേറ്റ കുത്ത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുറിവേറ്റ നായ്ക്കുട്ടിയെ കിട്ടി. ഉസ് കുത്തേക്ക് എക്ക് ടാങ്ക് ടൂട്ടി ഹുയി തി. ആ നായുടെ ഒരു കാല് പൊട്ടിയിരിക്കുകയാണ്. വഹുസെ അപ്പനെ ഘറിലെ ആയ, അയാൾ അതിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉസിനെ ദിൻരാത്ത് കുത്തേക്ക് സേവാക്കി, രാവും പകലും നായ്ക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു. ഏക് മഹീനെ മേ വഹ് സ്വസ്ഥ ഹോ ഗയ. വഹ് ബഹുത് ഹി സുന്ദർ ഥ. ഉസ്കെ രേഷം ജൈസെ കോമൾ സുൻഹരെ ബാൽ ഥേ. ബാൽ എന്ന് പറഞ്ഞാൽ രോമമാണ്, സുൻഹരെ ബാലാണ് എന്ന് പറഞ്ഞാൽ വളരെ സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡൻ കളറിലുള്ള മുടിയായിരുന്നു, രോമമായിരുന്നു. കോമൾ സുൻഹരെ ബാലാണ്. രേശം എന്ന് പറഞ്ഞാൽ പട്ട്, സിൽക്ക്. കിഷോറിനെ ഉസ്കാ നാം ചമ്പക് രഖ. उसने उस कुत्ते पर चंबक नामक कविता भी लिखी. उस कविता ने हिंदी संसार में हलचल मचाई. दीन दुखियों की सेवा करना किशोर का आदर्श था. किशोर का आदर्श क्या था? दीन दुखियों की सेवा करना. പാവപ്പെട്ടവരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും ഒക്കെ സഹായിക്കുക, അതാണ് അയാളുടെ ആദർശം. ഉസ്കാ അധിക സമയം കുത്തേക്ക് ലാഡ് പ്യാർ മേം നിക്കൽ ജാത്ത താ. അവൻ്റെ കൂടുതൽ സമയവും ആ നായയെ ലാളിച്ച് കൊഞ്ചിച്ച് അയാൾ അധിക സമയവും ചെലവാക്കി. കവിനെ ചമ്പകോ ശകുന്തള നാമക്കെ കുച്ച കുൽക്കി മഹിളാക്കോ ബേച്ച. കവി എന്ത് ചെയ്തു? ചമ്പക്കിനെ ശകുന്തള എന്ന് പറയുന്ന ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് യുവതിക്ക് വിറ്റു. ചമ്പകോ പാലനെ കേലിയ വഹ യോഗ്യതി. ചമ്പക്കിനെ വളർത്താൻ അവൾക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലായി. ക്യോങ്കി കവി കി തരഹ് ഉസ്കെ മൻ മേ ഭി കരുണ കാ ഭാവ് താ.
കാരണം കവിയെപ്പോലെ തന്നെ അതിൻ്റെ മനസ്സിലും അവളുടെ മനസ്സിലും കാരുണ്യത്തിൻ്റെ ഭാവം ഉണ്ടായിരുന്നു. ചമ്പക് കെ ബിछुड़ने पर കിഷോർ की छोटी बहन ലളിത को बहुत दुख हुआ. ചമ്പക്കിനെ വേർപെട്ടതിന് ശേഷം കിഷോറിൻ്റെ അനിയത്തി ലളിതയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടായി. കിഷോറിനെ ഉസേ സമझाയ. കിഷോർ അവളെ ആശ്വസിപ്പിച്ചു. एक दिन एक भूखा लंगड़ा भिखारी किशोर के घर में आया. किशोर को मालूम हुआ कि उसी ने चंपक को पीट कर रास्ते में फेंक दिया था. കിഷോറിനൊരു കാര്യം മനസ്സിലായി, ആ വൃദ്ധനാണ് ചമ്പക്കിനെ അടിച്ച് വഴിയിലേക്ക് ഉപേക്ഷിച്ചത്. പീട്ടത്തെ സമയം ഉസ്കെ പയർമേ ലാട്ടി ലഗീതി, അടിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലിരുന്ന വടി ഇയാളുടെ കാലിൽ കൊണ്ടുവന്നാണ്. അവർ വഹ്ബി ലങ്കട ഹോഗെ, അങ്ങനെ അയാളുടെ കാലിൽ മുറിവേറ്റു, അയാൾ മുടന്തനെ പോലെയായി. കിഷോറിനെ ബൂഢേക്കോ ബതായ. അപ്പം കിഷോർ ഈ കഥയൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് വൃദ്ധനോട് പറഞ്ഞു, ഈശ്വർ കി ദൃഷ്ടി മേ വഹ് പാപി ഹെ. അപ്പം നിങ്ങളിങ്ങനെ കൊടും ക്രൂരത ചെയ്ത വ്യക്തിയായതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പാപി തന്നെയാണ്. ഭൂക്കെ ഭിക്കാരി കോ ഉസിനെ ഭോജൻ ദേ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വിശന്ന ഭിക്ഷക്കാരന് അയാൾ എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. അവർ കഹാക്കി ഉസിനെ പഹലെ നിരപരാധി ചമ്പക് കി സേവാക്കി. എന്നിട്ട് പറഞ്ഞതെന്താണ്? താൻ ആദ്യം നിരപരാധിയായിട്ടുള്ള ചമ്പക്കിന് എല്ലാ സഹായങ്ങളും ചെയ്തു, പരിചരിച്ചു. അബ് വോ അപരാധിക്ക് സേവ കരേക. ഇനി ഞാനൊരു കുറ്റവാളിയെ പരിചരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. കവിക്ക് സമ്പർക്കമേയാക്കർ ഉസ്കെ കഠോര ഹൃദയമേ പരിവർത്തൻ ഹുവ. കവിയുടെ സമ്പർക്കത്തിൽ വന്നതുകൊണ്ട് അയാളുടെ കഠോരമായിട്ടുള്ള ഹൃദയത്തിൽ പോലും മാറ്റമുണ്ടായി. അപ്പോൾ ഇതിൽ അയാളുടെ മനം മാറ്റം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ എഴുതണം കേട്ടോ പരീക്ഷയ്ക്ക്. പിന്നെ അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ കുറച്ച് വിശേഷതകളൊക്കെ നമുക്ക് എഴുതണം. അതാണ് കഹാനി കലാക്കി ദൃഷ്ടീസെ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം പറയുക, ചോദിക്കുക കേട്ടോ. കഹാനി കലാക്കി ദൃഷ്ടീസെ, കഹാനിയുടെ തത്വങ്ങളെ ആസ്പദമാക്കി, ഒരു കഥയ്ക്ക് വേണ്ട സവിശേഷതകളെ ആസ്പദമാക്കി കഥ അവലോകനം ചെയ്യുക എന്നൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. പ്രസ്തുത് ഏകാംഗി में ചമ്പക് और കിഷോർ के अलावा अन्य 4 പാത്ര भी होते हैं. ഈ ഏകാംഗിയിൽ ചമ്പക്, കിഷോർ ഇവ കൂടാതെ മറ്റ് 4 കഥാപാത്രങ്ങളുണ്ട്. एक कुलीन युवती ശകുന്തള, उसकी सेविका മാലതി, കിഷോർ की बहन ललिता और एक भिखारी. ഇങ്ങനെ 4 കഥാപാത്രങ്ങളാണ്. किशोर एकांगी का आदर्श पात्र है. एकांगीकार किशोर को दीन दुखी मानव ही नहीं, प्राणी मात्र की सेवा करने वाले भावुक कवि के रूप में चित्रित करते हैं. അപ്പം ഏകാംഗീകൃത്ത് കിഷോറിനെ വളരെ ദുഃഖിതരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല പ്രാണികൾക്കും, അതായത് മറ്റ് ജീവികൾക്കും മറ്റും പരിചരണം കൊടുക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള ഒരു കവിയായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കിഷോർ ചമ്പക് ഏക് ഐസേ വ്യക്തിക്കോ ദേന ചാഹത്താ താ. കിഷോർ ചമ്പക്കിനെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. എത്തരത്തിലുള്ള വ്യക്തി? ജോ ഉസേ ലാഡ് പ്യാർ സേ പാലേഗ, ലാളിച്ച് അതിനെ പരിചരിക്കാൻ കഴിവുള്ള ഒരാളിനെ മാത്രമേ ചമ്പക്കിനെ കൊടുക്കുള്ളൂ എന്ന് ആ കിഷോർ മനസ്സിൽ കരുതേను. ബാത്ചീത്ത് സേ മാലൂം ഹുവാ കി അപ്നെ കുത്തേ കോ പാലനെ കി യോഗ്യത ശകുന്തള മേ ഹെ. വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി തൻ്റെ നായെ പരിപാലിക്കാനുള്ള യോഗ്യത ശകുന്തളയ്ക്ക് ഉണ്ട്. ക്യോങ്കി ശകുന്തള മേ സ്ത്രീ ഹൃദയ ഹെ ജിസ്മേ കരുണ അമൃത് ബൻകർ ബഹാ കർത്തി ഹെ. കാരണം ശകുന്തളയ്ക്ക് എന്തുണ്ട്? ഒരു സ്ത്രീ ഹൃദയമുണ്ട്. ആ സ്ത്രീ ഹൃദയത്തിൽ കാരുണ്യം അമൃതായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കാരുണ്യവതിയായിട്ടുള്ള ഒരു യുവതിയാണ് ആര്യ ശകുന്തള എന്ന് മനസ്സിലായി. ഏകാംഗീകാരനെ ഏക വൃദ്ധ ഭിക്കാരി കാ ചിത്രം കിയാ ഹെ. ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ഭിക്ഷക്കാരനെയും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ജോ കഠോര ഹൃദയ വാലാഥ, അയാൾ ഹാർഡായിട്ടുള്ള നല്ല കഠോരമായിട്ടുള്ള മനസ്സുള്ളവനായിരുന്നു. അബുസ്മയും പശ്ചാത്താപ് ആകെയ. ഏകാംഗിയുടെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവസാനം അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാവുകയാണ്. ചരിത്ര ചിത്രൻ കി ദൃഷ്ടി സെ ചമ്പക് ഏക് ഉത്തം ഏകാംഗി ഹെ.
ചരിത്രചിത്രം, ക്യാരക്ടർ സ്കെച്ച്, അല്ലെങ്കിൽ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന രീതിയിൽ ചമ്പക്കൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഏകാംഗി ആണ്. ഇനി ഒരു ഏകാംഗിക്ക് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം കഥ പറഞ്ഞു, രണ്ടാമത് ചരിത്രചിത്രം പറഞ്ഞു, ഇനി കഥോപകഥനം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് പോണത്. സംവാദാണ് സംഭാഷണം. നാടക की സംവാദ ശൈലി അത്യന്ത സജീവ് ഏവം സുഘടിത് ഹെ. നാടകത്തിൻ്റെ സംവാദ ശൈലി, സംഭാഷണ ശൈലി വളരെയധികം സജീവമാണ്, വളരെ സുന്ദരമാണ്. कवि होने के नाते किशोर की भाषा में आलंकारिकता एवं कवित्व की स्वाभाविक छटा हम देख सकते हैं. ആലങ്കാരികം, അതുപോലെ ഒരു കവി ആയതുകൊണ്ട് കിഷോറിൻ്റെ ഭാഷയിൽ ആലങ്കാരികതയും കവിത്വവും അതിൻ്റെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഓജ്, സരസത और ശ്രുതി മധുരത ആദി ഗുണ കിഷോർ की ഭാഷ में ദർശനീയ है. ഓജഗുണം, ലാളിത്യം, ശ്രുതിമധുരം, ഇതൊക്കെ ഭാഷയുടെ ഗുണങ്ങളാണ് കേട്ടോ. ഈ ഗുണങ്ങളൊക്കെ കിഷോറിൻ്റെ ഭാഷയിൽ നമുക്ക് കാണാൻ പറ്റും. വർമാജിനെ കുച്ച് മഹാൻ ഉദ്ദേശ്യവും സെ പ്രേരിത് ഹോക്കർ ഹി ചമ്പക് ഏകാംഗി की രചന की है. വർമാജി ചില മഹത്തായ ഉദ്ദേശങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ്, അല്ലെങ്കിൽ ചില മഹത്തായ ഉദ്ദേശങ്ങളാൽ പ്രേരിതമായിട്ടാണ് ചമ്പക് ഏകാംഗി എഴുതിയിട്ടുള്ളത്. ഏകാംഗി में किशोर का चरित्र एक उदार, दयालु और संवेदनशील कवि के रूप में है. ഈ ഏകാംഗിയിൽ കിഷോറിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഉദാരനും ദയാലുവും സെൻസിറ്റീവായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരു കവിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കിഷോർ കെ മാധ്യം സെ നാടകക്കാരനെ ഏക് സന്ദേശ് ദിയാ. കിഷോർ എന്നുള്ള കഥാപാത്രത്തിലൂടെ നാടകകൃത്ത് നമുക്കൊരു മെസ്സേജ് തന്നിരിക്കുകയാണ്. എന്തെന്നാൽ മനുഷ്യക്കോ സഭി പ്രാണിയും സെ സഹാനുഭൂതി ദിഖാനി ചാഹിയെ. മനുഷ്യൻ എല്ലാ പ്രാണികളോടും അനുകമ്പ കാണിക്കണം. लेखक कवि के संपर्क में आने वाले एक कठोर व्यक्ति के हृदय परिवर्तन का उज्ज्वल चित्र प्रस्तुत करके यही संदेश दिया है. ലേഖകൻ കവിയുടെ സമ്പർക്കത്തിൽ വന്ന, കവിയുമായിട്ട് പരിചയപ്പെടാൻ ഇടവന്ന ഒരു കഠോര ഹൃദയമുള്ള വ്യക്തിയുടെ ഹൃദയ പരിവർത്തനത്തിൻ്റെ മഹത്തായ ചിത്രം ഇതിൽ അവതരിപ്പിച്ചിട്ട് നമുക്കൊരു സന്ദേശം തരികയാണ്. നമുക്ക് ഏകാംഗിയിലൂടെ ഒരു മെസ്സേജ് തരികയാണ്. എന്താണ്? ഹൃദയ പരിവർത്തൻ കെ ബാദ് പാപി ഭി സച്ചാ മാനവ ബൻ ജാത്താ ഹെ. ഹൃദയ പരിവർത്തനത്തിന് ശേഷം ഒരു പാപി പോലും യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും. ചമ്പക് നാമക് കുത്തേക്ക് ഗർദ് ഗർദ് ഹി കഹാനി ഏകാംഗി കി സഭി ഘടനായെ ചൽ രഹി. ഗർദ് ഗർദ് എന്ന് പറഞ്ഞാൽ ചുറ്റും. ചമ്പക് എന്ന് പറയുന്ന നായയുടെ ചുറ്റുമാണ് ഈ ഏകാംഗിയിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അതായത് കേന്ദ്ര കഥാപാത്രം ചമ്പക്കാണ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ സംഭവങ്ങളും ഈ നാടകത്തിൽ നടക്കുന്നത്. അതൊക്കെ ശീർഷക് ഭി ഉചിത് അവർ ആകർഷക. അതുകൊണ്ട് ഇതിൻ്റെ ഹെഡിങ്, ചമ്പക് എന്നുള്ള ഹെഡിങ് ഉചിതമാണ്, ആകർഷകമാണ്. ഇസ് പ്രകാർ ഹം ദേഖ്തേ ഹെ കി ഏകാംഗി കലാ കി ദൃഷ്ടി സെ ഏക് ശ്രേഷ്ഠ ഏകാംഗി. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഏകാംഗി കലയുടെ ആ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഏകാംഗിയാണ് എന്നാണ്. അടുത്തത് റീട്ട് കി ഹഡ്ഡി. റീട്ട് കി ഹഡ്ഡി കുറച്ച് കൂടുതൽ ഇതിൽ എഴുതിയിട്ടുണ്ട്, നമുക്കതിൽ ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. ഒത്തിരി വിശദീകരിച്ചാണ് എഴുതിയിരിക്കുന്നത്. റീട്ട് കി ഹഡ്ഡി, റീട്ട് കി ഹഡ്ഡി, നട്ടല് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഏകാംഗി ഓഡിയോ നിങ്ങൾ കേട്ട് കാണും എന്ന് വിചാരിക്കുക. ഹിന്ദി ഏകാംഗി കെ ക്ഷേത്ര में ശ്രീ ജഗദീഷ് ചന്ദ്ര മാഥുർ का महत्वपूर्ण स्थान है. ഹിന്ദി ഏകാംഗി മേഖലയിൽ ശ്രീ ജഗദീഷ് ചന്ദ്ര മാഥുറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. ഉൻകി പ്രഥം ഏകാംഗി മേരി ബാസുരി ഹെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഏകാംഗി മേരി ബാസുരി എന്നുള്ളതാണ്. കോണാർക്ക്, പഹല രാജ, ഭോർക്ക താര, ഓ മേരെ സപ്നെ ആദി ഉൻകി പ്രമുഖ രചനായേ ഹെ. रीट की हड्डी माथुर जी के भोरका तारा एकांकी का
एक ലോകപ്രിയ സാമാജിക വ്യംഗ്യ ഏകാംഗി. ഭോർക്കാത്താര അദ്ദേഹത്തിൻ്റെ ഒരു നാടകം കൂടിയാണ്. ഇവിടെ നാടക കളക്ഷൻ്റെ പേരാണ് ഭോർക്കാത്താര. അതിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള സാമൂഹിക വ്യംഗ്യ ഏകാംഗിയാണ്. സറ്റയർ എന്ന് പറയില്ലേ, അതിനാണ് വ്യംഗ്യ, ആക്ഷേപഹാസ്യം. इसमें समाज की उस घृणित മനോവൃത്തി കാ ചിത്രം കിയാ ഹെ. ഇതിൽ സമൂഹത്തിലെ ഒരു വെറുക്കപ്പെട്ട മനോഭാവത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ്. जो लड़की को मेज कुर्सी के समान बेजबान और निरीह समझी जाती है. ഇതിൽ സമൂഹത്തിലുള്ള ഒരു വെറുക്കപ്പെട്ട മനോഭാവം എന്താണ്? പെൺകുട്ടികളെ മേശയും കസേരയും പോലെ നാവില്ലാത്ത, ജവാൻ എന്ന് പറഞ്ഞാൽ നാവാണ്, ബേജവാൻ എന്ന് പറഞ്ഞാൽ നാവില്ലാത്ത, നിരീഹ് ഒന്നിനും കൊള്ളരുതാത്ത പാവം പിടിച്ചവരാണെന്ന് സമജി ജാതി കണക്കാക്കപ്പെടുന്നു. ഭാരതീയ സമാജ് മേ കന്യാവും കി സ്ഥിതി കാ അനുമാൻ ഇസ്സേ കിയാ ജാ സക്താ ഹെ. ഇപ്പം പെൺകുട്ടികളെ മേശ കസേര പോലെ നിർജീവമായിട്ടുള്ള ഒരു വസ്തുവായി കണക്കാക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഭാരതീയ സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥയെ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റും. കഭി കഭി ലഡ്കി കി ശിക്ഷ ഭി വിവാഹ് കെ മാമലെ മേ ബാധക് ഹോ ജാതി ഹെ. പലപ്പോഴും പലപ്പോഴും എന്താണ്, പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ വിവാഹത്തിൻ്റെ പ്രശ്നത്തിൽ തടസ്സമായിട്ട് മാറും. യഹ് ഏകാംഗി ദക്കിയാനൂസി ഏവം ബേജാൻ രൂഢിവാദി വിചാരധാര പർ തീക്ക പ്രഹാർ കിയാ ഹെ. ഈ ഏകാംഗി യാഥാസ്ഥിതികത്വം, അതാണ് ദക്കിനിയാസി, और ബേജാൻ രൂഢിവാദി വിചാരധാര എന്ന് പറഞ്ഞാൽ നിർജീവമായ പരമ്പരാഗത ചിന്താഗതികളെപ്പറ്റി നിശിതമായിട്ട് പ്രഹരിച്ചിരിക്കുന്നു. കഥാവസ്തു की दृष्टि से यह एक सफल ഏകാംഗി है. കഥാവസ്തു നല്ലൊരു കഥാവസ്തുവാണ്. അതുകൊണ്ട് ഇത് വളരെ പോപ്പുലറായിട്ടുള്ള, വിജയകരമായിട്ടുള്ള ഒരു ഏകാംഗിയാണ്. ഈ സാമാജിക ഏകാംഗി में മധ്യവർഗീയ ജീവൻ की एक प्रमुख समस्या का चित्रण किया गया है. ഈ സാമൂഹിക ഏകാംഗിയിൽ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏകാംഗി की नायिका उमा एक पढ़ी लिखी लड़की है. यह पढ़ाई उसके विवाह में बाधक बन जाती है. ഇപ്പോൾ ഏകാംഗിയുടെ നായിക ഉമ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത് അവളുടെ ഈ പഠിത്തം അവളുടെ വിവാഹത്തിനൊരു തടസ്സമായിട്ട് മാറും. അപ്പോൾ എന്നിട്ട് ഇവിടെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഏറ്റവും അവസാനം ഒരു ഭാഗമുണ്ട്, അത് ചേർത്താലും മതി. ഈ ഏകാംഗി കാ കഥാനക്ക് സരൾ തഥാ പ്രഭാവപൂർണ്ണ ഹെ. ഈ ഏകാംഗിയുടെ ഇതിവൃത്തം, അതിൻ്റെ സ്റ്റോറി ലളിതവും ആകർഷകവുമാണ്. ഏക് ഹി ദൃശ്യ ഹെ, ഒറ്റ ദൃശ്യം മാത്രമേ ഉള്ളൂ. സാരി ഘടനയും രാം സ്വരൂപ് കി ബൈഠക് മേ ലഗാതാർ ഘടത്തി ഹെ. എല്ലാ സംഭവങ്ങളും രാം സ്വരൂപിൻ്റെ സ്വീകരണ മുറിയിൽ, ഗസ്റ്റ് റൂമിൽ നിരന്തരം സംഭവിക്കുന്നതാണ്. രാമസ്വരൂപ് ആരാണ്? നമ്മുടെ ഉമ എന്ന് പറയുന്ന ഇതിലെ കഥാനായികയുണ്ട്, അവളുടെ അച്ഛനാണ്. ഇസ് തരഹ് സ്ഥാൻ സമയ് और कार्य की ഏകത का निर्वाह സഫലതാപൂർവക് കിയാ ഗയാ ഹെ. രണ്ട് നിർവാഹമുണ്ട്, അതൊന്ന് വെട്ടിക്കളഞ്ഞാൽ കേട്ടോ. ഇപ്രകാരം സ്ഥാനം, സമയം, കാര്യങ്ങളുടെ ഐക്യം, ഇതൊക്കെ വിജയകരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ, അതായത് കാര്യങ്ങളൊക്കെ നടക്കുന്ന അതിനൊരു പേര് പറയും, സങ്കലനത്രയം എന്നാ പറയുക. അത് മൂന്നും ഉചിതമായിട്ട് ഇതിൽ പാലിച്ചിട്ടുണ്ട്. ഉമാ കി ചുപ്പി, രാമപ്രസാദ് തഥാ ഗോപാൽ പ്രസാദ് കെ ബോൽനെ പർ കഥാനക് അചാനക് നാടകീയ മോഡിലെ ജാത്താ ഹെ. ഉമയുടെ നിശബ്ദത, പിന്നെ രാം സ്വരൂപും ഗോപാൽ പ്രസാദും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സ്റ്റോറിക്ക് പെട്ടെന്നൊരു നാടകീയമായിട്ടുള്ള ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുകയാണ്. കഥയ്ക്ക് പെട്ടെന്നൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുകയാണ്.
और ജിജ്ഞാസ और കൗതൂഹൽ की സൃഷ്ടി होती है. ഇനി എന്താണ് സംഭവിക്കുന്നത്? കാരണം ഇവൾ മിണ്ടാതിരുന്നു, പിന്നെ ഇവൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോണത് എന്ന് ആ, വായനക്കാർക്ക് ഒരു ജിജ്ഞാസ, ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. ഘടനയും തേജീസെ ആകെ ബഡ്ത്തി ഹെ, സംഭവങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. അവർ കാര്യവ്യാപാർ കി സക്രിയത നിരന്തർ ബനി രഹത്തി ഹെ, പ്രവർത്തനങ്ങൾ, നാടകത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആക്റ്റീവാകുന്നു. അന്തുമേ നാലായക് ലഡ്ക അവർ ഉസ്കെ പിതാ ചലേ ജാത്തെ ഹെ, അവസാനം ഇവൾ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത ചെക്കനാണ് തന്നെ കാണാൻ വന്നതെന്നും മനസ്സിലായി. അപ്പോൾ അത് അച്ഛൻ്റെ മുന്നിൽ വെളിവാക്കിയപ്പോഴത്തേക്ക് ഇവർ രണ്ടാൾക്കാരും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾ ആ ഓഡിയോ കേൾക്കണം, കേട്ടിട്ട് വേണം ഇത് വായിക്കാൻ. ഉമാ ഭാവാവേഗമേം സിർക്കിയാം ഭരണയിലെത്തി, ഭാവാവേശത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഉറക്കെ സംസാരിക്കുന്നു. തബി ഘർക്ക നൗക്കർ അചാനക പ്രവേശ് ഹോത്താ ഹെ, ഈ സമയത്ത് വീട്ടിലെ വേലക്കാരൻ പെട്ടെന്ന് വരുന്നു. അവർ കഹത്താ ഹെ ബാബുജി മഖൻ, ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വെണ്ണ വാങ്ങിക്കാനായിട്ട് വേലക്കാരനെ വിട്ടിരിക്കുകയാണ്. അപ്പം കല്യാണത്തിൻ്റെ ആലോചനയൊക്കെ കുളം തോണ്ടി അങ്ങനെ ഒരു ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ചോദിക്കണം, വേലക്കാരൻ വന്നിട്ട് പറയണം, എന്താണ് ദാ മക്കൻ എന്ന് പറഞ്ഞു. രതൻ കാ യഹ് കഥൻ തനാവ് പൂർണ്ണ സ്ഥിതിയുമേയും വ്യംഗ്യക്ക് സൃഷ്ടികർത്താ ഹെ, വളരെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു, ഒരു പരിഹാസത്തിൻ്റെ സൃഷ്ടി അവിടെ നടക്കുകയാണ്, ഒരു പരിഹാസം അവിടെ ഉണ്ടാകുന്നു. ഇസ് പ്രകാർ കഥാവസ്തു സമാജ് സെ സംബന്ധിത് രഖ്നെ വാല ഏക സമസ്യ പ്രധാൻ ഏകാംഗി ഹെ, ഇപ്രകാരം ഇതിലെ കഥാവസ്തു, ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് സമൂഹവുമായിട്ട് ബന്ധമുള്ള ഒരു സമസ്യാപ്രധാൻ, സാമൂഹിക എന്താണ് പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഏകാംഗിയാണ്. ഇത്രയും നോക്കിയിട്ട് അടുത്ത